റൂൾ 63 ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റൂൾ 63 അത് ഫ്ലൂയിഡ് റിസോഴ്സസിനെ പറ്റിയാണ്. ഫ്ലൂയിഡ് റിസോഴ്സസിനെ പറ്റിയാണ്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ മാത്രമാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ബാങ്കിൽ മാത്രമാണ് ഫ്ലൂയിഡ് റിസോഴ്സ് സൂക്ഷിക്കുന്നത്. എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കും ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് സൂക്ഷിക്കുന്നത്, SLR ആണ്. ഇവിടുത്തെ ചോദ്യം, എല്ലാ സംഘങ്ങളും ഫ്ലൂയിഡ് റിസോഴ്സ് സൂക്ഷിക്കണം. പെട്ടെന്നുണ്ടാകുന്ന ആവശ്യം നിറവേറ്റാൻ വേണ്ടി കുറച്ച് ക്യാഷ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കണം എപ്പോഴും. കിട്ടിയ കാശെല്ലാം എടുത്ത് ലോൺ കൊടുത്തിട്ട് ഡിപ്പോസിറ്റുകാർ വരുമ്പോൾ അവരോട് ഇല്ല എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഇല്ല എന്നതിനർത്ഥം സംഘത്തിന്. ആ സംഘത്തിൻ്റെ ഭാവി പ്രവർത്തനത്തെ ബാധിക്കും. ഇവിടെ എത്ര രൂപ ക്യാഷായിട്ട് ഓരോ ദിവസവും വെച്ചിരിക്കണം? ക്യാഷായിട്ടോ ക്യാഷ് ആക്കാവുന്ന, പെട്ടെന്ന് ക്യാഷ് ആക്കാവുന്നതായിട്ടുള്ള അസറ്റായിട്ട് മിനിമം കുറച്ച് പൈസ അവിടെ വെച്ചിരിക്കണം. ബാക്കിയെ ലോൺ കൊടുക്കാവൂ. അത് എത്രയെന്ന് ഒരു തുകയല്ല. എല്ലാ സംഘങ്ങളും ഇത്ര ലക്ഷം രൂപ സൂക്ഷിക്കണം എന്നല്ല. അതാത് സംഘത്തിൻ്റെ ബാധ്യതയ്ക്കനുസരിച്ചാണ് സൂക്ഷിക്കേണ്ടത്. ബാധ്യത എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പോസിറ്റാണ് പ്രധാനപ്പെട്ടത്. അവർക്കുള്ള ഡിപ്പോസിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂക്ഷിക്കേണ്ടത്. കുറഞ്ഞ ഡിപ്പോസിറ്റുള്ള സംഘം കുറഞ്ഞ തുക സൂക്ഷിച്ചാൽ മതി. അതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, എന്ത് സൂക്ഷിക്കണമെന്ന്. അതാണ് ഇവിടുത്തെ ചോദ്യം. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാവോ? 20%. എത്ര? 25 ആണ്. 20 ആണ്. അപ്പോൾ ഒരു സംഘത്തിൽ 1 ലക്ഷം രൂപ മച്ചുറായ FDയും എന്നുവെച്ചാൽ കാലാവധി കഴിഞ്ഞെടുക്കാൻ വരാത്തത്, ഒരു 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ അവർക്ക് SBയും മറ്റൊരാകാത്ത FDയും എല്ലാം കൂടെ ചേർത്ത് 10 ലക്ഷം. അത് FD ഉണ്ട്, മറ്റൊരായിട്ടില്ല. SB ഉണ്ട്, കറണ്ട് ഡിപ്പോസിറ്റ് ഉണ്ട്, എല്ലാം കൂടെ ചേർത്ത് 10 ലക്ഷം. അപ്പോൾ ടോട്ടൽ ആ സംഘത്തിൻ്റെ ഡിപ്പോസിറ്റ് 11 ലക്ഷമാണ്. അതിൽ മറ്റുറായ FD 1 ലക്ഷം. ബാക്കി FDയും SBയും CD എല്ലാം മറ്റുറാകാത്തത് 10 ലക്ഷം. ടോട്ടൽ 11 ലക്ഷം. ഈ FDയും SBയും കറണ്ട് ഡിപ്പോസിറ്റും എല്ലാം കൂടെ ഒറ്റ വാക്കാണ് ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസ്. ടൈം എന്ന് പറയുന്നത് ടൈം ഡിപ്പോസിറ്റ്, അതാണ് ടേം ഡിപ്പോസിറ്റ് FD. SBയും CD ഒക്കെ ഡിമാൻഡ് ഡിപ്പോസിറ്റ്, അതാണ് ടൈം ആൻഡ് ഡിമാൻഡ് ബാധ്യത. ഇത് 10 ലക്ഷമാണ്. നിങ്ങളുടെ കണക്ക് പ്രകാരം ഈ സംഘം എത്ര രൂപ, ഇപ്പോൾ 1/1/2024 ആന്നിരിക്കട്ടെ, ഇത് 2-ാം തീയതി ആകുമ്പോൾ വീണ്ടും മാറും. ഇത് 1/1 അല്ലെങ്കിൽ
17/12/24 അന്നിരിക്കട്ടെ. 18-ാം തീയതി വീണ്ടും മാറും. 16-ാം തീയതി വേറെ ഒന്നായിരുന്നു. ഈ കണക്ക് പ്രകാരം എത്ര രൂപ ആ സംഘം ഫ്ലൂയിഡ് റിസോഴ്സ് സൂക്ഷിക്കണം? 1,20,000. എന്തോ 1,20,000. 20,000. എത്ര? കംപ്ലീറ്റ്. ആ, മറ്റേഡ് എഫ് ഡിയുടെ കംപ്ലീറ്റ് വെക്കണം. അതവിടെ പറഞ്ഞിരിക്കുന്നത് 100%. പറഞ്ഞിട്ടുണ്ടല്ലോ, ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയുടെ 20%. ഇതിന്റെ 1,00,000ന്റെ 1,00,000 വെക്കണം. ഇതിന്റെ 20%, 3 lakh. അപ്പൊ 2,00,000 വരും. ഇതിന്റെ 20%, ഈ 1,00,000. അപ്പൊ കണക്ക് പ്രകാരം 3,00,000 രൂപ വെക്കണം. മറ്റൊരായ എഫ് ഡിയുടെ മൊത്തവും ക്യാഷായിട്ട് വെച്ചിരിക്കണം. പിന്നെ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റി ബാക്കിയുള്ള ആ മറ്റൊരു എഫ് ഡി ഒഴികെയുള്ളതാണ്. അതിൻ്റെ 20% ആകുമ്പോൾ 2,00,000. 2 1 3 സൂക്ഷിക്കണമെന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം കണക്കല്ല, 20% എന്നുള്ളത് ആൻസറേ ഉള്ളൂ. ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു ചോദ്യം വന്നത്, ഈ ഫ്ലൂയിഡ് റിസോഴ്സ് സൂക്ഷിക്കേണ്ടത് ഏത് സംഘങ്ങളാണ്? ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ലോൺ കൊടുക്കുകയും ചെയ്തു സംഘം. എങ്ങനെ? ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന സംഘം ആണോ? BR Act ലോൺ കൊടുക്കുന്ന സംഘം. ലോൺ കൊടുക്കാത്ത സംഘം അതോ കൊടുക്കുന്നതൂടോ? കൊടുക്കുന്നത്. നോൺ പ്രോ എന്താ ഷെഡ്യൂൾഡ് 2-ൽ വരാത്ത സൊസൈറ്റികളാണ്. ഷെഡ്യൂൾഡ് 2-ൽ വരാത്തതാണ്. any society one of the items ആ, എനി സൊസൈറ്റി വൺ ഓഫ് ദ ഐറ്റം working capital is deposit not purview of BR Act. ബി ആർ ആക്ടിൽ വരാത്തതും അല്ലേ? അതെ, അതാ ഷെഡ്യൂൾഡ് ബാങ്ക് വരാത്തതെന്നല്ല. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ബി ആർ ആക്ടിൽ വരുന്ന ഒരുപാട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഒക്കെ ബി ആർ ആക്ടിൽ വരുന്നതാണ്. എന്നാൽ ബി ആർ ആക്ടിൽ വരാത്തതാണ്. അപ്പോൾ ഒന്ന്, ബി ആർ ആക്ടിൽ വരാൻ പാടില്ല വരാത്ത കോപ്പറേറ്റീവ് ബാങ്കുകൾ. 2, അങ്ങനെ ബി ആർ ആക്ടിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അപ്പോൾ ഈ കേരളത്തിലുള്ള 10,000-20,000 സംഘത്തോളവും വിവിധങ്ങളായ സംഘങ്ങൾ ബി ആർ ആക്ടിൽ വരുന്നില്ല. 10-60 അർബൻ കോപ്പറേറ്റീവ് ബാങ്കേ വരുന്നുള്ളൂ. അപ്പോൾ അവരെല്ലാം സൂക്ഷിക്കണ്ട. അടുത്തത്, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ, ഡിപ്പോസിറ്റ്, ബോറോയിങ്സ്, റിസർവ് ഫണ്ട്, ഇത്രയാണ്. എല്ലാ സംഘത്തിൻ്റെയും വർക്കിംഗ് ക്യാപിറ്റലിൽ ഈ 4 കൂട്ടുന്നതാണ്. അതിൽ നിന്ന് ഫിക്സഡ് അസറ്റ് കുറയ്ക്കും. എല്ലാ സംഘത്തിനും ഈ 4 ഐറ്റം ഇല്ല. അപ്പം മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ഡിപ്പോസിറ്റ് ഇല്ല, ലേബർ കോൺട്രാക്ട് സംഘത്തിന് ഡിപ്പോസിറ്റ് ഇല്ല, കൺസ്യൂമറിന് ട്രേഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് ഡിപ്പോസിറ്റായിട്ട് പരിഗണിക്കത്തില്ല. അപ്പോൾ ബി ആർ ആക്ടിന് പരിധി വരാൻ പാടില്ല. മറ്റൊന്ന്, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരൈറ്റം ഡിപ്പോസിറ്റ് ആണെങ്കിൽ അപ്പോൾ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നതെന്ന് അർത്ഥമാണ്. എൻ്റെ ലോണിൻ്റെ കാര്യം പറയുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഒരൈറ്റം ഡിപ്പോസിറ്റ് ആണെങ്കിൽ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന സംഘം സൂക്ഷിക്കണമെന്നർത്ഥം. പിന്നെ മൂന്നാമത്തേത് എന്താണ്? ആ സംഘത്തിൻ്റെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കണം. ഇങ്ങനെയുള്ള സംഘമാണ് ഫ്ലൂയിഡ് റിസോഴ്സ് സൂക്ഷിക്കേണ്ടത്. എന്ന് വെച്ചാൽ
ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന BR ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങൾ ഫ്ലൂയിഡ് റിസോഴ്സ് സൂക്ഷിക്കണം. അത് മച്ചുറായ FDയുടെ 100%ഉം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസിൻ്റെ 20%ഉം അത്രയും തുക ക്യാഷായിട്ടോ ക്യാഷാക്കി മാറ്റാവുന്ന ഐറ്റമായിട്ടോ നമുക്ക് സൂക്ഷിക്കാം. അത് ക്യാഷായിട്ടോ ക്യാഷാക്കി മാറ്റാവുന്ന മറ്റേ ഐറ്റമായിട്ടോ അത് സൂക്ഷിച്ചാലും മതി. അത് ഏതൊക്കെയെന്ന് വേറെ ക്വസ്റ്റിനകത്ത് നമുക്ക് പഠിക്കാം. ഇതിപ്പം ഫ്ലൂയിഡ് റിസോഴ്സിൻ്റെ കാര്യത്തിൽ 100% മറ്റേഡ് FD പ്ലസ് ആണ്. 20% ഓഫ് ദ ഈ തുക, അതായത് മറ്റേഡ് FDയുടെ 100%ഉം ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസിൻ്റെ 20%ഉം കൂട്ടുന്ന തുക ഈ കണ്ടീഷനിൽ വരുന്ന സംഘങ്ങൾ സൂക്ഷിക്കണം. ഇത് മാറ്റണമെന്ന്, ഇത് ചേഞ്ച് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവൺമെന്റ് ആരായി നിശ്ചയിച്ചേക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഈ ഫ്ലൂയിഡ് റിസോഴ്സസ് നിശ്ചയിച്ചിരിക്കുന്നത് ആരാണ്? രജിസ്ട്രാറും ഗവൺമെന്റും കൂടി അല്ല, ഒരാളെ ഉള്ളൂ. ഗവൺമെന്റ് മാത്രമാണ്. കാരണം ഇത് റൂളിലാണ് ഈ കിടക്കുന്നത്. റൂളിലുള്ള കാര്യം ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിലും ഗവൺമെന്റിനാണ് പറ്റുന്നത്. ഏതെങ്കിലും ഒരു സംഘത്തിന്, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച സംഘത്തിന് 3 ലക്ഷം രൂപയാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘത്തിന് ഈ ഫ്ലൂയിഡ് റിസോഴ്സസിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അതിനാർക്കാ അധികാരം? ഗവൺമെന്റിന്. അത് രജിസ്ട്രാർക്ക് പറ്റും. ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു ഓർഡറിലൂടെ ഗവൺമെന്റ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ എംപവർ രജിസ്ട്രാർക്ക് അധികാരം കൊടുക്കാം ടു റിലാക്സ് any of the society from keeping fluid resources. അപ്പം അത് ചെയ്യേണ്ടത് രജിസ്ട്രാറാണ്. അതിനുള്ള അധികാരം ഗവൺമെന്റിന് വേണേൽ കൊടുക്കാം രജിസ്ട്രാർക്ക് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. സാർ അതൊന്നും കൂടി പറയോ രജിസ്ട്രാറിന്റെ? ഗവൺമെന്റ് മേ എംപവർ ദ രജിസ്ട്രാർ to relax any cooperative society from keeping fluid resources എന്നാണ്. The rate is fixed by government. It shall be changed by government from time to time, but any one of the cooperative society may relax from this amount. Government may empower registrar എന്നാണ്. ഈ 3 ലക്ഷം രൂപയും ക്യാഷായിട്ട് തന്നെ വെക്കണമെന്നില്ല. ക്യാഷായിട്ടോ മറ്റേതെങ്കിലും ബാങ്കിൽ FD ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ് ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ
സൂക്ഷിച്ചാൽ മതി. അതിന് ഓരോ തുകയ്ക്കും ഇത്ര പെർസെൻറ്റേജ് ക്യാഷായിട്ട് പരിഗണിക്കും എന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ കുറച്ച് പൈസ ഇട്ടാലും അതിൻ്റെ 90% ക്യാഷായിട്ട് പരിഗണിക്കും. 1,00,000 രൂപ ഗവൺമെൻറ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൽ 90,000 രൂപയും ക്യാഷായിട്ട് പരിഗണിച്ച് ആകെ 3,00,000 രൂപ വെക്കേണ്ടതിൽ 90,000 രൂപ ക്യാഷായിട്ട് വന്നതായിട്ട് കണക്കാക്കും. ബാക്കി 2,10,000 രൂപ ക്യാഷായിട്ട് വെച്ചാലും മതി. ഇപ്പം ക്യാഷായിട്ട് തന്നെ ഇരിക്കണമെന്നില്ല. ക്യാഷായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ 3,00,000 രൂപ ക്യാഷായിട്ട് ഇരിക്കുവാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ടും മറ്റ് ബാങ്കിൽ FD ആയിട്ടുണ്ടെങ്കിലും മതി. FDയുടെ 80%, 1,00,000 രൂപ FD ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 80%, 80,000 രൂപ ക്യാഷ് ഇവിടെ ഇരിക്കുന്നതായിട്ട് പരിഗണിച്ചോളൂ. ക്യാഷ് തന്നെയാണെങ്കിൽ ആ മൊത്തം 100% ക്യാഷായിട്ട് തന്നെ പരിഗണിക്കും. അത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട 2-3-4 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഈ റൂള് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അത് പ്രസക്തമല്ല. 3% 63 പിന്നെ മറ്റൊരു FDയുടെ എത്ര ശതമാനം സൂക്ഷിക്കണമെന്നുള്ളതുണ്ട്. അത് 100% ഓർക്കുക. പിന്നെ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന സംഘങ്ങൾ മതി. അവർ BR ആക്ടിൻ്റെ പരിധിയിൽ വരാൻ പാടില്ല. പിന്നെ ലിമിറ്റഡ് സംഘങ്ങളായിരിക്കണം. ഗവൺമെൻറ്റിന് ജനറലായിട്ടോ സ്പെഷ്യൽ ഓർഡറും പ്രകാരം ചേഞ്ച് ദിസ് പെർസെൻറ്റേജ് ഫ്രം ടൈം ടു ടൈം. ഓക്കെ ആണോ? ആ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആണ്. A member of a cooperative society shall be removed by General body. Committee and register. കമ്മിറ്റി Register. Committee and registrar. Committee അല്ലേ? ആ കമ്മിറ്റി അല്ലേ? കമ്മിറ്റിക്ക് ഒരു മെമ്പറെ റിമൂവ് ചെയ്യാം. രജിസ്ട്രാർക്കും ഒരു മെമ്പറെ റിമൂവ് ചെയ്യാം. ഒരു സംഘത്തിൽ അംഗമായിരിക്കുന്ന ആള് പിന്നീട് അവിടെ അംഗം തുടരാൻ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ, അംഗമായപ്പോൾ അവിടെ വസ്തു ഉണ്ടായിരുന്നു, പിന്നെ വസ്തു വിറ്റങ്ങ് പോയി, അയാൾ ഇന്നെലിജിബിളായി. അംഗമായപ്പോൾ സംഘത്തിലെ ജീവനക്കാരനല്ലായിരുന്നു, അല്ലെ ജീവനക്കാരി അല്ലായിരുന്നു, പിന്നീട് ജീവനക്കാരിയോ ജീവനക്കാരനോ ആയി. അംഗമായിരുന്ന സമയത്ത് അയാൾ കേസിലൊന്നും അകപ്പെട്ട് ശിക്ഷ ഉള്ളവനല്ലായിരുന്നു, പിന്നെ വരാം. അംഗമായപ്പോൾ ഇൻസോൾവൻ്റ് അല്ലായിരുന്നു, പിന്നെ അയാൾ ഇൻസോൾവൻ്റ് ആയി. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നീക്കം ചെയ്യണം. അതിന് കമ്മിറ്റിക്കാണ് അധികാരം. കമ്മിറ്റിയായി ചെയ്യുന്നില്ലെങ്കിൽ രജിസ്ട്രാർക്കാരെങ്കിലും പരാതി കൊടുക്കുക. ആരെങ്കിലുമല്ല, സംഘത്തിലെ ഏതെങ്കിലും മെമ്പർ പരാതി കൊടുക്കുന്നു. രാജേന്ദ്രൻ അവിടുത്തെ ക്ലർക്കാണിപ്പോൾ, അവൻ നേരത്തെ മെമ്പറായിരുന്നു, ഇപ്പോൾ അവിടുത്തെ ക്ലർക്കായിട്ട് കയറിയിട്ടുണ്ട്, ഇപ്പോഴും മെമ്പർഷിപ്പ് തുടരുന്നുണ്ട്. സത്യത്തിൽ ഇന്നെലിജിബിളായ ആളാണ്, കമ്മിറ്റിക്കാർ നീക്കം ചെയ്തില്ല. രാജേന്ദ്രൻ പിന്നെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാർക്ക് കിട്ടുന്ന വോട്ടായതുകൊണ്ട് റിമൂവ് ചെയ്യുന്നില്ല. എതിര് പാർട്ടിക്കാർക്ക് അവൻ്റെ വോട്ട് കിട്ടത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് അവർ രജിസ്ട്രാർക്ക് പരാതിപ്പെട്ടു. ന്യായമാണെങ്കിൽ രജിസ്ട്രാർ അയാളുടെ അംഗത്വത്തിൽ നിന്നും റിമൂവ് ചെയ്യും. അപ്പം ആൻസർ B and C ആണ്. എന്തെങ്കിലും സംശയമുണ്ടെന്ന് എപ്പോഴും ചോദിക്കുന്നില്ല. ആൻസർ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ
നിൽക്കുന്നത്. എന്തെങ്കിലും ചോദിക്കണേ ചോദിച്ചോണം. സാറേ അതിന്റെ സെക്ഷൻ എത്ര സാറേ റൂൾ? ഏതിൻ്റെയാ? റൂൾ 16. റൂള് 16 സെക്ഷൻ 16 റൂള് 16 മെമ്പർഷിപ്പിൻ്റെയാണ്. റൂള് 16 ഒരു മെമ്പർ ആകാനുള്ള അയോഗ്യതകളാണ് പറയുന്നത്. കണ്ടീഷൻ ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു അഡ്മിഷൻ ഓഫ് മെമ്പർ എന്നുള്ള റൂൾ റൂൾ 16 എന്താണെന്ന് ചോദിച്ചിരുന്നു. അത് തന്നെ ആ റൂളിലാണ് ഈ വിവരം വിവരിക്കുന്നത്. D. Election of office bearers. കാണോ? അതെ. അപ്രൂവൽ ഓഫ് ബജറ്റ് ആനുവൽ ജനറൽ ബോഡിയുടെ ഡ്യൂട്ടിയാണ്. അമെൻമെന്റ് ഓഫ് ബൈലോ ആനുവൽ ജനറൽ ബോഡി ചെയ്യാം. ആർട്ട് റിപ്പോർട്ട് പരിഗണിക്കുക, ആനുവൽ റിപ്പോർട്ട് പരിഗണിക്കുക, നെറ്റ് പ്രോഫിറ്റ് വീതം വെക്കുക, ഡെഫിസിറ്റും ലോസിനെയും പറ്റി പരിഗണിക്കുക, കാരണങ്ങൾ പരിഗണിക്കുക, പിന്നെ ഡിഫക്റ്റ് ആഡിറ്റിൻ്റെ ചർച്ച ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇലക്ഷൻ നടത്താം. പക്ഷെ അത് കമ്മിറ്റിയിലേക്കുള്ളതാണ്. ഇലക്ഷൻ ഈ പെനിയുന്നുണ്ട്. ഇലക്ഷൻ ഉണ്ടെങ്കിൽ 5 കൊല്ലമായതാണെങ്കിൽ നടത്താം, ജാനുവരി ജനറൽ ബോഡി വെച്ച് നടത്താം. പിന്നെ ഇലക്ഷൻ ഓഫ് ഓഫീസ് ബിയറേഴ്സ്, അത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷററൊക്കെയാണ്. അത് ജനറൽ ബോഡി വെച്ചല്ല, അത് കമ്മിറ്റിയിൽ നിന്നാണ് ഇവരെ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഡ്യൂട്ടി അല്ല. എലക്ഷൻ ഇഫ് എനി എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ശരിയാണ്, അത് ഡ്യൂട്ടിയുടെ കൂട്ടത്തിൽ വരും. ഓഫീസ് ബിയറേഴ്സ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് തെറ്റ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൺവീൻ ആനുവൽ ജനറൽ ബോഡി വിതിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ എന്നാണ്. 6 months. അത് ഫൈനാൻഷ്യലായ മാർച്ച് 31 കഴിഞ്ഞ് 6 മാസത്തിനകം അത് കൂടണം. അതൊരു ചോദ്യമാണ്. അടുത്തത് നമുക്ക് കണ്ടു കാണും ക്വസ്റ്റ്യന്. ഇഫ് ദ ആരാ വിളിച്ചു കൂട്ടേണ്ടത്? ഹു ഈസ് ദ അതോറിറ്റി ടു കൺവീൻ ആനുവൽ ജനറൽ ബോഡി? Committee. കമ്മിറ്റി. കമ്മിറ്റിക്കാണ്. ഹു ഈസ് ദ അതോറിറ്റി ടു കൺവീൻ ഫസ്റ്റ് ജനറൽ ബോഡി? ചീഫ് പ്രൊമോട്ടർ. ചീഫ് പ്രൊമോട്ടറാണ്. സംഘം രജിസ്റ്റർ ചെയ്തുള്ള ആദ്യത്തെ പൊതുയോഗം കൂടേണ്ടത്, വിളിച്ചു കൂട്ടേണ്ടത് ചീഫ് പ്രൊമോട്ടറാണ്. പിന്നെ അങ്ങോട്ടുള്ള പൊതുയോഗമെല്ലാം നിലവിലുള്ള കമ്മിറ്റിയാണ് വിളിച്ചു കൂട്ടേണ്ടത്. ഇഫ് ദ കമ്മിറ്റി ഫെയിൽ ടു കൺവീൻ ദ ആനുവൽ ജനറൽ ബോഡി, Dash shall convene the annual general body within days from the expiry of the time. എന്ന് ചോദിച്ചു. Authorizing the person. 6 മാസത്തിനകം കൂടിയില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ്
90 ദിവസത്തിനകം രജിസ്ട്രാർക്ക് വിളിച്ചു കൂട്ടാം. ഇപ്പം രജിസ്ട്രാറും 90 ദിവസവുമാണ് എൻ്റെ ആൻസർ. ആര് പരാജയപ്പെട്ടാൽ എക്സിസ്റ്റിംഗ് കമ്മിറ്റി. എത്ര നാളിനകം? 6 മാസം. അപ്പം 31 ഏപ്രിൽ 1 മുതലാണ് കണക്കെടുക്കുന്നത്. 2000 ഉദാഹരണത്തിന് 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ അകം വിളിച്ചു കൂട്ടണം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ആ വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ ഈ സെപ്റ്റംബർ കഴിഞ്ഞ് 90 ദിവസത്തിനകം ഒക്ടോബർ, നവംബർ, ഡിസംബറിനുള്ളിൽ രജിസ്ട്രാർക്ക് വിളിച്ചു കൂട്ടാം. അതാണ് 90 ദിവസം. ഇവിടെ മാസം പറഞ്ഞെങ്കിലും 90 ദിവസത്തിനകം. ഈ കാലാവധിയും കഴിഞ്ഞിട്ട് 90 ദിവസത്തിനകം. അല്ലാതെ സാമ്പത്തിക വർഷം കഴിഞ്ഞ് 90 ദിവസത്തിനകമില്ല. അതിനുള്ള സമയം അവർക്ക് തന്നെ ഉണ്ട്. ഇത് ആനുവൽ ജനറൽ ബോഡി ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സെക്ഷൻ ഏതാ? 29 ആണ്. 29 ആണ്. ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡി ആണെന്ന് പറയുന്നതാണ് 27. എല്ലാത്തിൻ്റെയും ആത്യന്തികമായ അധികാരി പൊതുയോഗമായിരിക്കുമെന്നുള്ള വാചകമാണ്. ഇത് വാർഷിക പൊതുയോഗത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് 29-ലാണ്. അവിടെയാണ് ഈ വിവരം പറയുന്നത്. ബാക്കി കുറച്ച് ഡ്യൂട്ടികളുണ്ട്. ഇവിടുത്തെ കാര്യം നമ്മൾ പറഞ്ഞത്. പിന്നെ 6 മാസം കൂടണം. അത് കഴിഞ്ഞാൽ കൂടിയില്ലെങ്കിൽ 90 ദിവസത്തിനകം രജിസ്ട്രാർ വിളിച്ചു കൂട്ടും. ഇൻഷുറൻസ് ആണ്. Insurance society. എന്തോ ഇൻഷുറൻസ് സൊസൈറ്റീസ്. ഇൻഷുറൻസ് സൊസൈറ്റി ഏത് ഗ്രൂപ്പിൽ വരുന്ന അന്നേരം? മിസലേനിയസ്. മിസലേനിയസ്. അപ്പൊ ഈ ഇതൊക്കെയോ? മിസ്ലേനിയസ് ആണോ? അത് അതെ. ഇത് എവിടെ നിന്നുള്ള ചോദ്യമാ? റൂൾ 15. റൂൾ 15. റൂള് ഇൻഷുറൻസ് കൊമേഴ്ഷ്യൽ സൊസൈറ്റീസിൽ വരുന്നതല്ലേ? റൂള് 15 അല്ലേ? 15 കോപ്പറേറ്റീവ് സൊസൈറ്റിയെ 13 തിരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 12-ാമത്തേത് മിസലേനിയസ് എന്നാണ്. മിസലേനിയസ് എന്നാണ്. ഇൻഷുറൻസ് കൊമേഴ്ഷ്യൽ സൊസൈറ്റി. 1 ക്രെഡിറ്റ്, 2 മാർക്കറ്റിംഗ്, 3 കൺസ്യൂമർ, 4 ഫാമിങ്, 5 പ്രൊഡ്യൂസേഴ്സ്, ഇങ്ങനെ പോകുന്നുണ്ട്. 1 ക്രെഡിറ്റ്, 2 മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, 3 കൺസ്യൂമർ, 4 ഫാമിങ്, 5 പ്രൊഡ്യൂസേഴ്സ്, പിന്നെ ഹോസ്പിറ്റല്, ലേബർ കോൺട്രാക്റ്റ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ 12-ാമത് മിസ്ലേനിയസ് ആണ്. 13-ാമത്തെ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. ഈ മിസ്ലേനിയസ് സംഘം എന്നുള്ള ഹെഡിൽ 3 തിരിക്കുന്നുണ്ട് മിസ്ലേനിയസ് സംഘങ്ങൾ. അതിൽ 1 സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയാണ്, ഒരു ഹെഡ്. മറ്റൊന്ന് കൊമേഴ്സ്യലാണ്,
കൊമേഴ്സ്യൽ സൊസൈറ്റീസ്, മറ്റൊന്ന് അതേഴ്സ്. ഇങ്ങനെ ഈ 12 മൂന്നായിട്ട് തിരിക്കുന്നതിൽ ഒന്നാണ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി. അതിൽ ഏതാണ്ട് പ്രധാനമായിട്ടും 3 സംഘങ്ങളാണ് പറയുന്നത്. ഒന്ന് ബെറ്റർ ലിവിങ് സൊസൈറ്റീസ്, ഈ പറഞ്ഞത്. മറ്റൊന്ന് ലിറ്റററി സൊസൈറ്റി, മറ്റൊന്ന് വെൽഫെയർ സൊസൈറ്റി തന്നെ. സോഷ്യൽ വെൽഫെയർ എന്നല്ല, വെൽഫെയർ സൊസൈറ്റികൾ. കൊമേഴ്സ്യലിനകത്തിൽ ഇൻഷുറൻസ്, മോട്ടോർ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ വീഡിയോഗ്രാഫേഴ്സിൻ്റെ, ഫിലിം ബന്ധപ്പെട്ടവർ, ഓഡിയോ ആയി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൊമേഴ്സ്യലാണ്. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ലിഫ്റ്റ് ഇറിഗേഷൻ അത് അതേഴ്സിൽ വരുന്നതാണ്. ഇപ്പം ഈ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിക്കകത്ത് 3 എണ്ണവേ ഉള്ളൂ. അതിൽ ബെറ്റർ ലിവിങ് ഉണ്ട്, ലിറ്റററി ഉണ്ട്, വെൽഫെയർ ഉണ്ട്. ഇൻഷുറൻസ് കൊമേഴ്സ്യലിലാണ്. ഈ മോട്ടോർ ട്രാൻസ്പോർട്ടും വീഡിയോയും ഇൻഷുറൻസും ഫിലിം മേഖലയുള്ളവരുടെയും അതെല്ലാം കൊമേഴ്സ്യലാണ്. അതിലൊന്നാണ് ഈ കിടക്കുന്നത്. അപ്പം ഇത് 3 സോഷ്യൽ വെൽഫെയറാണ്. അല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ ആൻസർ ഇൻഷുറൻസാണ്. കാരണം അത് കൊമേഴ്സ്യലിൽ വരുന്നതാണ്. ഈ 3 എണ്ണത്തിൽ മിസ്ലേനിയസിൽ അതേഴ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ലിഫ്റ്റ് ഇറിഗേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ലിഫ്റ്റ് ഇറിഗേഷൻ ഇപ്പം പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ ഇൻഷുറൻസ് ആണ്. അത് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെ വരുന്നത്? അത് ഇപ്പം മിസ്ലേനിയസിൽ കയറ്റിയിട്ടുണ്ട് അതേഴ്സിൽ. ഒരു സൊസൈറ്റി ഇതുവരെ നിലവിൽ വന്നില്ല. യൂത്ത് വന്നിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നു. ഈയടുത്ത് നിങ്ങളുടെ പത്രത്തിലൊക്കെ ഒരു യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി മാലിന്യ സംസ്കരണത്തിന് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിലൊക്കെ 10-26ഓളം യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒറ്റയടിക്കാണ് രജിസ്റ്റർ ചെയ്തത്. അത് അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി, അത് രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റി അന്ന് യൂത്ത് കോപ്പറേറ്റീവ്സിനെ പറ്റി നിയമത്തിലൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും രജിസ്റ്റർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു, രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ അവിടെ ഉൾപ്പെടുത്തി. അങ്ങനെ സംഘങ്ങൾ 10-25 രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 2 തരം സംഘത്തെയും കൂടി ഇപ്പോൾ മിസ്ലേനിയസിൽ കയറ്റിയിട്ടുണ്ട്. ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ മാത്രമായിരുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി എന്ന് പറഞ്ഞൊന്നുണ്ട്. ലിഫ്റ്റ് ഇറിഗേഷനാണ് പ്രധാനമായിട്ടും മിസ്ലേനിയസിൽ അതേഴ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമർ രണ്ടും കൂടെ നടത്തുന്ന സംഘം ഉണ്ടെങ്കിൽ അത് മിസ്ലേനിയസിലെ അതേഴ്സിലാണ്. ഇപ്പോൾ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും മിസ്ലേനിയസിലെ അതേഴ്സിൽ വരും. പിന്നെ പുതിയൊരു തരം കൊണ്ട് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. സോഷ്യൽ വെൽഫെയർ അല്ല, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘം. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയും യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നാമത്തേനകത്തിൽ ഈ
മിസ്ലേനിയസിനകത്തിൽ 1 നമ്മൾ പറഞ്ഞു, 2 പറഞ്ഞു, 3 അതേസാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, 1 കൊണ്ട് പറയുന്നത്, മുകളിലെങ്ങും പറഞ്ഞിട്ടില്ലാത്ത സംഘമുണ്ടെങ്കിൽ all other cooperatives not included in the above. 1 മുതൽ 12 വരെ 11 വരെ പറഞ്ഞിരിക്കുന്ന സംഘങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്ത, അവിടെ എങ്ങും പറഞ്ഞിട്ടില്ലാത്ത സംഘം ഏതുണ്ടെങ്കിലും അത് മിസ്ലേനിയസിലായിരിക്കും, അതേസിലായിരിക്കും. മറ്റൊന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മറ്റൊന്ന് പ്രൊഡ്യൂസേഴ്സ് കം കൺസ്യൂമർ സൊസൈറ്റി. അത്രയും 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നു. 1 വെച്ചാൽ 2 എണ്ണമേ ഉള്ളൂ. 1 സൊസൈറ്റി എന്ന് പറയാനൊക്കത്തില്ല, ഒരു ടൈപ്പ് അല്ലല്ലോ, മുകളിൽ പറയാത്ത അല്ല. ഇപ്പം പിന്നെ കൂടുതലായിട്ട് 4 പറഞ്ഞ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വെൽഫെയർ എന്നില്ല, സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. 5 യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അത്രയും മിസ്ലേനിയസിൽ അതേസിലാണ്. ഇവിടുത്തെ ആൻസർ ഈ 3 എണ്ണം സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞ ഈ ഹെഡിൽ വരുന്നതാണ്. സോഷ്യൽ വെൽഫെയർ എന്നാ കേട്ടോ, ഇത് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സോഷ്യൽ വെൽഫെയറിൽ വരുമെന്ന് പഠിച്ചു വെക്കരുത്. കേൾക്കുമ്പോൾ തന്നെ അതിനകത്തിലൊരു സോഷ്യൽ ഘടകമുണ്ട്. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതേസിലാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. Clear, sir.